ആനയൊക്കെ വരും. അതിലൊക്കെ എന്താ പറയാ ഇലക്ട്രിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുഴ ഒഴുകി വരുന്ന കണ്ട കാട്ടിലൂടെ ഇങ്ങനെയാണ്. ഇവിടെ നിന്നൊക്കെ ക്യാമറ ചാടി കഴിഞ്ഞാല് അതാന്ന് പറയണ്ടായിരുന്നു. വേറെ നമ്മളോട്ട് കൂടെ ഇവിടുന്ന് പിടിച്ചു അവിടെ അല്ലേ അവിടുത്തെ കഴിഞ്ഞോ? ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഓടാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് 9:45 സമയം. 9:45. അപ്പോൾ എന്താ പറയുക, 2 ദിവസമായിട്ട് ഇങ്ങനെ ഫിഷിങ് പരിപാടി അങ്ങനെയൊക്കെയാണ്. ഫിഷിങ് ഇനി അങ്ങോട്ടേക്ക് ഇടയിലിടയിൽ ഫിഷിങ് തന്നെ ആയിട്ട് വരിക. ഫിഷിങ് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ പിടിക്കാൻ പറ്റിയ ടൈമാണ്. പിടിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ പിടിക്കുക. ആ സമയത്ത് ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി. വണ്ടി ഇന്നലെയൊക്കെ ഓട്ടം ഓടാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഓട്ടം വളരെ കുറവാണ്. വണ്ടീൻ്റെ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റോട്ടിൽ കഴിയില്ല. അപ്പം ഇന്ന് കേൾക്കാൻ സമയമല്ല. ഞാൻ മഴയത്ത് നനയും കരുതി ഒരു വള കാട്ടിയൊക്കെ പക്ഷെ നടന്നില്ല. എന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം കറക്റ്റ് 10 മണിയായിട്ടുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ ഓട്ടം വളരെയധികം മോശമായിരുന്നു. ഇന്നും എന്താണ് അവസ്ഥ അറിയില്ല. മഴ ഇവിടെ ഇപ്പം 2 ദിവസമായിട്ട് കുറവാണ് കേട്ടോ. 2 ദിവസമായിട്ട് മഴയില്ല. നല്ല വെയിലും നല്ല കാലാവസ്ഥയാണ്. ചൂണ്ടക്കാലാവസ്ഥയാണ്. ചൂണ്ടയ്ക്ക് പറ്റിയ കാലാവസ്ഥയാണ്. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ ഇനി ചൂണ്ടയിടാനൊക്കെ നിന്നാലേ 2 ദിവസമായിട്ട് നമ്മള് മീൻപിടുത്തത്തിൽ തന്നെ ആയിരുന്നു അല്ലേ. അപ്പൊ ഇന്നിപ്പോൾ ഇനി അടക്കട്ടെ. 10:25 നമ്മള് ഫസ്റ്റ് ക്ലാസ് വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കൈനീട്ടം കിട്ടണം. കൈനീട്ടത്തിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അവിടുന്ന് എരനിക്കൽ എന്ന് പറയുന്ന ഒരു ബസ് മഞ്ചേരിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡിന്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2-3 വണ്ടികളൊക്കെ നിർത്തിയിട്ട് ചെറിയ സ്റ്റെക്കിൽ നിൽക്കാൻ തോന്നുന്നു. ആളെ കയറ്റല്ലേ. എന്തായാലും എനിക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ ഇപ്പൊ വരും. അതില് അവർ വരട്ടെ. നമുക്ക് കൈനീട്ടം എങ്ങിട്ടാവും എന്നൊന്ന് നോക്കാം. ഒരു നല്ല ഐശ്വര്യമുള്ളൊരു കൈനീട്ടം വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അല്ലെ. കൈനീട്ടം ഇടുക്കെന്ന് പറഞ്ഞാല് ഒരു 30 രൂപയുടെ ട്രിപ്പാണ് കൈനീട്ടം കിട്ടിയത്. സ്റ്റാൻഡിന് ഒരു പെൺകുട്ടിയെ നമ്മൾ വിളിച്ചുകൊണ്ട് പോയിട്ട് നിംസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അപ്പൊ അവരെ കൊണ്ട് ഇറക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് റിട്ടൺ അങ്ങനെ പോരുമായിരുന്നു. അപ്പോ പോരുന്ന പോരെല്ലാം ഇക്ക കൈ കാണിച്ചു. അദ്ദേഹത്തെ കയറ്റിയപ്പോ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തും ഉണ്ടെന്ന് അവിടെ അദ്ദേഹത്തെയും കയറ്റി. വണ്ടൂർ ടൗണിലെത്തിയപ്പോ അവര് പറഞ്ഞു ഞങ്ങൾ ടൗണിൽ ഇറങ്ങല്ല, ചെള്ളിത്തോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. വണ്ടൂരിൽ നിന്നും അവര് കയറി വരുന്ന 1 കിലോമീറ്റർ നോക്കുമ്പോഴേക്ക് ചെള്ളിത്തോട് വരുമ്പോഴേക്ക് നമ്മൾക്ക് 6 കിലോമീറ്ററും 400 മീറ്ററും വരും. അതായത് 140 രൂപ. ആ റേഞ്ചാണ് ട്രിപ്പ് വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് കൈനീട്ടം പെർഫെക്റ്റ് ആയിരുന്നു. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ഇതൊരു കൈനീട്ടത്തിൽ മൊത്തം കൂട്ടുവാണെങ്കിൽ 4-3 170 രൂപയായി നമ്മൾക്ക് അല്ലെ. 170 രൂപയുടെ ഓട്ടോ ഓടിയിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡാണ്. നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്ന ബാക്കിലൊരു ഓട്ടോ ഉണ്ട്. അയാൾ ഇൻഡിക്കേറ്റർ കണ്ടിരിക്കണ്. ഒരു കാർ കൂട്ടം പോയാൽ ബൈക്കാരും പോട്ടെ. നമ്മൾ തിരിച്ച് വല്ല ഇന്നോവ ക്രിസ്റ്റയൊക്കെ വിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായതാണ്. നാട്ടിലൊരു ലോക്കലിട്ടിയ തോട്ടത്തെ വെള്ളം കണ്ട. തോട്ടിലെ വെള്ളം ഞാൻ രാവിലെ കാണിച്ചില്ലല്ലേ. വെള്ളം കുറഞ്ഞു. അതുപോലെ തന്നെ കലക്കമല്ല. കലക്കുണ്ടെങ്കിലേ കടുങ്ങാലി വിരല് കിട്ടുള്ളൂ. പിന്നിക്കുട്ടൻ അവിടെ ചൂണ്ടിടുന്നു. അതാ വണ്ടി ഓഫായില്ല. തന്നെ ഒത്തുണ്ടോ? ഇല്ല. കിട്ടിയോ? കടുവോ? എവിടെ? പെരയില ചെറുവൻ അടിക്കണ്ടല്ലോ. അപ്പൊ നീ അടിക്കട്ടാ. വെള്ളം കമ്മിയുണ്ട്. പിന്നെ കലക്കല്ലേ. കുറച്ചും കൂടി കലക്കണ്ടെങ്കിലേ ഈ പറ്റിയ വെയിലാണ്. ഞാൻ പോയോട്ടെ, അവനിടട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഈ കടുങ്ങാലിയെ മാത്രം പിടിക്കുന്നു എന്ന്. ആ മീനിനൊരു പ്രത്യേകത ഉണ്ട്. ആ മീന് വെള്ളം കയറുമ്പോൾ അതിനനുസരിച്ച് കയറി വരികയും വെള്ളം കുറയുമ്പോൾ അതിനനുസരിച്ച് ഇറങ്ങി പോവുകയും ചെയ്യുന്ന ഒരു മീനാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു മീനിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ പിടിക്കുന്നത്. ഇല്ലാന്നാണെങ്കിൽ അതിനെ മാത്രം ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ പിന്നെ കിട്ടൂല. മനസ്സിലായോ? അതുകൊണ്ടാണ്. പിന്നെ ബാക്കിയുള്ള മീനുകളൊക്കെ കയറി കഴിഞ്ഞാൽ അവരൊക്കെ ഇവിടെ സ്റ്റെക്കാവും. ഇറങ്ങിപ്പോക്ക് കുറവാ. ആരല്, ബ്രാല്, മുഴി ഇത്തരം മീനുകളൊക്കെ കയറി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോക്ക് കുറവാ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും പിടിക്കാം അവരെ. വേറെ അങ്ങാടിയിൽ ലൈനിൽ കുറെ നേരമായി കയറിയിട്ട് ഒരു മഴക്ക് സാധ്യത ഉണ്ട് കേട്ടാ. മഴ ഇപ്പൊ പെയ്യും. കാർമയൊക്കെ മൂടിക്കെട്ടി ഇരുണ്ട് കിടക്കുന്നൊരു പ്രതിനിധിയാണ് ഉള്ളത്. ലൈനിലൊരു 12ാമത്തെ വണ്ടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടാ. ചെങ്ങന്മാരെ, നമ്മൾക്ക് എന്താ നിലമ്പൂർ വരെ ഒന്ന് പോകണം. ആ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി നിലമ്പൂർ വരെ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രിപ്പല്ല. മനസ്സിലായല്ലേ?
നമുക്ക് വേണമെങ്കിൽ പോണ വഴിക്ക് ആളൊക്കെ കയറ്റിയിട്ട് അങ്ങനെ പോവാൻ വേണ്ടിയിട്ട് പറ്റും. ട്രിപ്പല്ല, ഒരാളെ കാണാനുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് റൈറ്റ് ഇട്ടാ. റൈറ്റ്. അപ്പൊ ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ അകലേക്കാണ് നമ്മൾ പോകുന്നത്. 12-13 കിലോമീറ്റർ ഉണ്ടാവും നിലമ്പൂർ എത്തണ്ടേ. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനത്തെ ഒരു ദിവസമായി പോയി. അല്ല ശരിക്കും ഓടിക്കൊണ്ട് കയറും. പോക്ക് നിർബന്ധമാണ്, ആളെ കാണുള്ള നിർബന്ധമാണ്. അങ്ങനെ ഞാൻ വാട്ടാപ്പുറം എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല രസമാണ് കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നിട്ട് ഇവിടെ വരെ ഞാൻ ഓണാക്കിയിരുന്നില്ല. ഇത് ചാലിയാറിന്റെ കൈവരിയാണ്. ചാലിയാർ എന്ന് വേണമെങ്കിലും പറയാൻ വേണ്ടി പറ്റില്ലല്ലേ. കോട്ടപ്പുഴ അങ്ങനെ ഒരുപാട് പുഴകൾ ചേർന്നിട്ട് വരുന്ന ഒരു പുഴയാണത്. ഇത് നേരെ ഇവിടെ താഴെ തന്നെ ചാലിയാറിൽ പോയി ജോയിന്റ് ആവുകയാണ്. ചാലിയാറ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ യാത്രയാവും. പിന്നെ കാടിനകത്തേക്ക് കയറുന്നത് പോലെ അതിനകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ചെറിയ ചെറിയ ഷെഡുകളൊക്കെ ആക്കണം. മഴ ആയതുകൊണ്ട് കുറേയൊക്കെ അടവാണ്, അല്ലാതെ ഒരുപാടുണ്ട് ഓപ്പണാ. പിന്നെ ടീഷർട്ട് ഉണ്ട്, പാന്റ് ഉണ്ട്, ട്രൗസർ ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഫ്രൂട്ട്സുകൾ ഉണ്ടാവും, പായസം ഉണ്ടാവും, മുളയരി പായസം, ചായ, എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഇവിടെ വണ്ടികളും തന്നെ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പോവാറുള്ളൂ. നല്ല ഭംഗിയാണ് അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിയിട്ട്. അതാ വനങ്ങളെ, ഈ മരങ്ങളൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ റോഡിലേക്ക് ചാഞ്ഞ് നിന്നിട്ട് നല്ല പച്ചപ്പും കയറിയിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ വന്നെന്ന് ഇതൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞ് അന്ന് വേറെ ലുക്കാറ്, ഇന്ന് വേറെ ലുക്കാണ്. ലുക്കിന് നല്ല ചേഞ്ച് ഉണ്ട് അല്ലേ. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ റോഡ് നല്ല കറുത്ത റോഡ്. മേലേക്ക് നോക്കുമ്പോൾ നല്ല കടും പച്ച കളറിലെ ഇല കിടക്കുന്നു. മരങ്ങളും തന്നെ കറുത്ത കളറിലും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഇതിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ആവും. ഇത് ഓവർ തണുപ്പല്ല, ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ആവും. അതുപോലെ തന്നെ ആന ഇറങ്ങും. റൈറ്റ് സൈഡ് കാണുന്നത് ഫോറസ്റ്റ്, ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഫോറസ്റ്റ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഫോറസ്റ്റിന് നടുവിലൂടെ നമ്മൾ യാത്ര പോകും. അവിടെ നിലമ്പൂർ തേക്ക് ഒരുപാട് തടികൾ മുറിച്ച് വെച്ചത് കാണാം. തേക്ക് മാത്രമല്ല അല്ലാത്ത വൃക്ഷങ്ങളും ഉണ്ടാവും. നിലമ്പൂര് റോഡ് തികയണില്ല വണ്ടികൾക്ക്. ഈ റോഡിന്റെ ഈ വീതി കൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ ഡബിൾ ട്രാക്ക് വേണം, അതായത് ഒരു ഹൈവേ ടൈപ്പ് വരണം ഇവിടെ. ഞാൻ വന്ന പരിപാടി മൂഞ്ചിട്ടാ. മൂഞ്ച എന്ന് പറഞ്ഞാല് നമ്മളൊരു സാധനം ഇവിടുന്ന് കടയിൽ നമ്മളൊരു സാധനം കിടപ്പുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം, അതിന് വേണ്ട നമുക്ക് വേറെ ദിവസം വരാം. അത് നമ്മുടെ കയ്യിൽ കിട്ടാതെ നമ്മൾ അതിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ട്. ആ ഒരു പുഴയിലേക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് എഴുതിയിട്ടാ. പുഴ എന്ന് പറയുമ്പോ ചാലിയാറിലേക്കൊന്ന് പോവാണ്. ചാലിയാറിന്റെ മേലെ പാലത്തമ്മ പോയി നിന്നിട്ട് ചാലിയാറിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നിലമ്പൂർ ചന്തക്കുന്നുമ്മലാണ് അപ്പൊ ഉള്ളത്. പക്ഷെങ്കിൽ റോഡൊക്കെ വളരെയധികം മോശം, ചാടിയിട്ടും കുത്തിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ പോവേണ്ടത് ആട്ടിയമ്പാറ വാട്ടർഫാൾസിന്റെ റോഡിനാണ്. ആട്ടിയമ്പാറ വാട്ടർഫാൾസ്, അതുപോലെ തന്നെ അകമ്പാടം, കക്കാടംപൊയിലൊക്കെ പോകുന്ന വഴിയാണത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാല് കക്കാടംപൊയിലൊക്കെ പോവാം. ശരി, നമ്മൾ ജസ്റ്റ് കക്കാടംപൊയിലല്ല, കോടാണ്ട, കോഴിക്കോട്, അരീക്കോട്. കക്കാടംപൊയിക്ക് 22, അരീക്കോട് 43, കോഴിക്കോട് 70. കക്കാടംപൊയിലൊക്കെ ഞാൻ പോയിട്ട് കുറെ ആയി. മുമ്പ് എൻ്റെ കയ്യിൽ ഹൈദരാബാദിൽ പോയെന്നൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ഒരു പാഷൻ പ്രോ ബൈക്ക്. അതായിട്ട് പോയതാണ്. പിന്നെ ഞാൻ കക്കാടംപൊയിലിന്റെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. ഒന്ന് പോകണമെന്ന് ഒരുപാടായിട്ട് കരുതുന്നുണ്ട്. സ്വന്തമായിട്ട് നമ്മൾക്കൊരു വണ്ടി വരട്ടെ, ഒരു വണ്ടി വേണമല്ലോ. അതായത് ഓട്ടോറിക്ഷയും കൊണ്ടൊന്നും പോക്കടക്കൂല, എന്നിട്ട് നമ്മൾ മാനം കൊടുക്കും. അതുപോലെ തന്നെ നമുക്ക് ബൈക്കോ വേറെ ഒരു 4 വീലോ ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ അതുകൊണ്ടൊന്ന് പോകണമെന്ന് കരുതുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. ഈ റോഡ് അടിപൊളിയാട്ടോ. ഈ റോഡിൽ കൊണ്ട് അകമ്പാടം വരെയാണ് തോന്നുന്നു അടിപൊളി. അത് ഈ സൈഡൊക്കെ ഇപ്പൊ ക്ലിയർ ആക്കിയിട്ടുള്ളൂ. അങ്ങോട്ടേക്ക് പോകുമ്പോ തന്നെ നല്ല കാട് വൈപ്പ് വരുന്നില്ലേ. ഈ സൈഡ് കാണുന്നൊക്കെ ഫോറസ്റ്റ് ആട്ടാ, അടിപൊളിയാണ്. ഇവിടുത്തെ പാലത്തിന്റെ പേരിപ്പോ എന്താ ഞാൻ മറന്നല്ലോ. മയിലാടിപ്പാലത്തുമ്മക്കാണ് നമ്മൾ പോകണം. മയിലാടിപ്പാലത്തുമ്മ ആളുകളുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ വണ്ടി നിർത്താം. പാലത്തുമ്മ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്താൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒതുക്കി നിർത്താൻ വേണ്ടി. ആനയൊക്കെ വരും കേട്ടോ, ആനയൊക്കെ വരും. അതിലൊക്കെ എന്താ പറയാ, ഇലക്ട്രിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപകട സാധ്യതയുള്ള ഏരിയ ആണ്. കാടിനകത്ത് കയറിയത് ഫോറസ്റ്റിന്റെ വക്കി നിർത്തിക്കണം. ആന വന്ന് ചവിട്ടി പൊളിച്ചാവോ വണ്ടിനെ. അതിലൊക്കെ വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം ഇതാ കാണുന്ന ബ്രിഡ്ജാണ്. അവിടേക്ക് കുറച്ച് ദൂരം നടക്കാണ്ട്. വണ്ടി അവിടെ കാട്ടിൽ കിടക്കട്ടെ. അല്ല ഫൈൻ ചെയ്താവാ പോലീസുകാർ വന്നാണ്ട്. അവിടെ വണ്ടി നിർത്താൻ പാടില്ല, നോ പാർക്കിംഗ് ഒന്നും എഴുതിയിട്ടില്ല. ഈ സൈഡുക്കും കാടാണ്. നിലമ്പൂർ ഫോറസ്റ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടാ. നിലമ്പൂർ ഫോറസ്റ്റിൽ കൂടെയാണ് ഇപ്പോൾ നടക്കണം. അത് ഫോറസ്റ്റ് നടുവിലൂടെ വഴിയിലൂടെയാണ് ഞാൻ നടക്കണത്. ഈ ഒരു പാലത്തുമ്മ ആരും മീനൊന്നും പിടിക്കണല്ലോ. അതായത് പാലത്തുമ്മ കയറിയിട്ടുണ്ട്. വെള്ളം കുറവല്ലേ, മഴ 2 ദിവസമായിട്ട് പെയ്തിട്ടില്ലല്ലോ. ചൂരൽമലയിലൊക്കെ ഉണ്ടായിട്ടുള്ള ദുരന്തം ഉണ്ടല്ലോ,
ഇവിടെ നിന്നൊക്കെ ആയിരുന്നു ആളുകളെ എടുത്തിരുന്നത്. ഈ ഒരു പുഴയിലൂടെയാണ്, ചാലിയാറാണത്. ആഹാ, നല്ല വ്യൂ അല്ലേ. ഇതിനേക്കാൾ നല്ല രസം അപ്പുറത്ത് സൈഡാ. പക്ഷെ ആരും ചൂണ്ടയൊന്നും ഇടുന്നില്ല. ഇതെന്താ പൈപ്പ് ലൈനോ? പൈപ്പ് ലൈൻ ആവൂല്ലേ. വെള്ളം നല്ല അളകി മറഞ്ഞാൽ പോണം, പക്ഷെങ്കിൽ കലക്കൊന്നുമില്ല. ഇന്നത്തെ ദിവസം ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് പോലത്തെ മീനൊന്നും കിട്ടില്ല കേട്ടോ. വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ. ഇത് ഫോറസ്റ്റ് ആണ് ആ സൈഡിൽ. അതിലൊന്നും പോയി നമുക്ക് ചൂണ്ടയിടാനൊന്നും വേണ്ടി പാടില്ല, പണി കിട്ടും നമുക്ക്. കാരണം വല്ല ആനയും വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ വെള്ളം കയറിയത് പാടുകൾ കാണാം. പുഴ ഒഴുകി വരുന്ന കണ്ട കാട്ടിലൂടെ ഇങ്ങനെയാണ്. ഇവിടെ നിന്നൊക്കെ ക്യാമറ അടിച്ച് ആടിക്കഴിഞ്ഞാൽ അതാന്ന് പറയേണ്ടത്, വേറെ ഒന്നും പറയാൻ വേണ്ടി കഴിയില്ല. ആളുകളൊക്കെ ഇഷ്ടം പോലെ നടന്നു പോകുന്നുണ്ട് പാലത്തും കൂടെ. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ്. ഒന്ന് തിരിച്ചു പോവാട്ടോ. ഇതിപ്പോ ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് ചൂണ്ട ഇടുന്നൊക്കെ, പക്ഷെങ്കിൽ ഇന്ന് ഇവിടെ ചൂണ്ടക്കാരോ ഒന്നുമില്ല. വളരെ ഫ്രീ ആയിട്ട് കിടക്കാം. അപ്പൊ ഞാൻ പോവാണ്. ഒരു ബസ് ഇതാ പോകണം, തസ്നി. തസ്നി എന്ന് പറയുന്ന ഒരു ബസ്, ചെറിയൊരു വണ്ടിയാണ്. അകമ്പാടത്ത് നിന്ന് വരാൻ തോന്നുന്നു. അതെ, അകമ്പാടം. ഒന്ന് ഞാൻ പോവാണ്. ചെറിയൊരു മഴ ചാറുന്നുണ്ട്, ചെറിയ ചാറ്റിൽ. ആ വലിയ ചാറ്റിലാകുമ്പോഴത്തേനും വണ്ടിക്ക് എത്തണം. ഞാൻ നിലമ്പൂർത്തേക്കും കണ്ടില്ല അറിയണ്ട കേട്ടാ. നിലമ്പൂർത്തേക്കാണ് ആ കാണുന്നതൊക്കെ, ഫുള്ളായിട്ട് നിലമ്പൂർത്തേക്കാ. നിലമ്പൂർത്തേക്ക് അവിടെ ആരോ കൂക്കുണ്ട് കേട്ടോ. അതിലാരോ മീൻ പിടിച്ച് വരുന്നുണ്ട്. ഒരു കൊല്ലം കിട്ടിയണാവോ. ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ മീൻ പിടിച്ചാൻ പോയത്. ഒരു കൊല്ലം കിട്ടിയണോ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ വണ്ടി എടുത്തില്ലാണ് കയറി വരിക. കിട്ടിയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരും, കാണിപ്പിക്കും നമ്മൾ എങ്ങനെയൊക്കെ. മൂപ്പര് വരികയാണെങ്കിൽ ഇപ്പം ഇതുവഴി ഇങ്ങനെയാണ് വരേണ്ടത്, പക്ഷെ വന്നില്ല. എനിക്ക് തോന്നുന്നു മൂപ്പര് അതുവഴി പാലത്തിൻ്റെ ചോട്ട് കൂടെ അങ്ങനെ അക്കരയ്ക്ക് പോയിട്ടുണ്ടാവും. മീൻ പിടിച്ച് നടക്കുവാണ്, ചൂണ്ടിട്ട് നടക്കുകയാണ്. പിന്നെ ഞാൻ പോയോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കാര്യമല്ല, വരുന്നില്ല അവിടെ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡാട്ടാ, ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ്. ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അടക്കല്ല. അവിടുന്ന് ഒരു ലോക്കൽ കിട്ടി പോരുന്ന വഴിയിൽ. അപ്പൊ പിന്നെ അത് കൊടുത്ത്. അപ്പൊ ഇന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞ പോലെ മൂഞ്ചിയിട്ടുണ്ട്. വേറെ ദിവസം വരാം. മെയിനായിട്ട് മൂഞ്ചാൻ കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു വിളിച്ചു നോക്കുമ്പോൾ ഒരു കുറച്ചുകൂടി നേരം വൈകിട്ടേ വരുള്ളൂ. അതാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് കാണൽ നടന്നില്ല. ഞാൻ ഒരെപ്പോഴും ഷോപ്പിൽ ഉണ്ടാവും എന്നുള്ളത് ഇതിലാണല്ലോ നമ്മൾ വരുന്നത്. സാറില്ല, അടുത്ത ദിവസം പിടിക്കാം, വേറെ ദിവസം വരാം. നിങ്ങട്ടായിട്ട് ഇതിനായിട്ട് വരണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ അപ്പം കാണും, അത്രേ ഉള്ളൂ. എന്നാൽ പിന്നെ നേരെ വണ്ടൂരാട്ടോ. ഇനി ഞാനേ വണ്ടൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഓടാനിപ്പോൾ സമയമല്ല, അപ്പം സമയം 1:50. ഇനി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നോക്കാം. ഇന്നലെ അങ്ങോട്ട് ലൈനിൽ ഫുള്ളായിട്ട് MPD വന്ന് ചെക്ക് ചെയ്തേട്ടാ. പിന്നെ ഇന്ന് വരിക അവന് ആരെങ്കിലും. അപ്പോൾ ഇവിടെ വണ്ടികൾ കുറവ് തന്നെയാണ്, വണ്ടി കുറവാണ്. പക്ഷേങ്കിൽ നമ്മൾ നിൽക്കുന്നില്ല, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരാം. അതാകുമ്പോൾ ഉഷാറായിട്ട് ഓടാം. മറ്റേ ഇനി വിഷമൊന്നും ഓടാം. 240 രൂപയൊക്കെയാണ് ചേര കൂടിയത്. പിന്നെ എത്തിക്കറിയൊക്കാം. അരിക്കുട്ടി ഉണ്ട് അവിടെ. അരിക്ക് മേത്ത് കൂടെ ചെറുതായിട്ട് ചൊള്ള പൊന്തൂല്ലേ, അങ്ങനെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ അവളെ കാണിക്കാണ്ട് വീട്ടില്ല, ഡ്രസ്സ് ഇടാതെ അവൾ നിൽക്കുന്നത്. ഭക്ഷണം കഴിക്കട്ടെ. എന്താ കറി? ഒന്നുമില്ല അറിഞ്ഞിരുന്നു രാവിലെ. ഒന്നുമില്ലല്ലേ? മുട്ടയാണ്. എങ്ങനെയുണ്ട് എനക്കിപ്പോൾ? ഇപ്പം എത്രയായി നമുക്ക്? 7 ആവണം. കണ്ട ആരും കൊണ്ട് നടക്കണം. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണിക്കാനായി. അതാണ് മക്കളെ. ഞാൻ ഇറങ്ങാട്ടാ, മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. റിവേഴ്സാണ് പോകുന്നത്, റിവേഴ്സാണ് സുഖം. ഇനി അവിടെ ഇട്ട് ഇങ്ങനെ കുത്തി തിരിച്ചിനാട്ടി നല്ലത് ബാക്കൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നോക്കി ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നമില്ല. ബാക്കിൽ വണ്ടി ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുണ്ടിലൊക്കെ ചാടുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ബാക്കൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 2:22 2 മണിക്കാണ് വന്നത്. കല്ലുമ്മ കയറിയാണ് 2:22 വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മണിക്കാണ് വന്നത്, 2:22 ഇറങ്ങുന്നു. 2:45 ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സാധാരണ ഉണ്ടാവാറ് ജോലി കഴിഞ്ഞ് വരുന്ന പണി കയറി വരുന്ന ചെക്കന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചേച്ചിമാരുടെ ഒക്കെയാണ് ഉണ്ടാവല്. പക്ഷേങ്കിൽ ഇന്ന് അവരൊന്നും നമുക്ക് പ്രതീക്ഷിക്കണം. അവരൊക്കെ ലീവാണ്. ഒന്നിലേറെ കരിങ്കൽ കോറി അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പണിയെടുക്കുന്ന ആളുകളാണ് അവർ. അതിൽ പണിയെടുക്കല്ല, അതുമായിട്ട് പണിയെടുക്കുന്ന ആളുകളാണ്. അതുമായിട്ട് ബന്ധമുള്ള പണിയാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ നാട്ടിലേക്ക് തന്നെ ഉള്ളൊരു ടീം ഇവിടെ നിന്നാടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് മഴയില്ലാത്ത ചൂണ്ടിടാൻ വേണ്ടി പറ്റുന്ന നല്ല കാലാവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചെക്കന്മാരൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്തെ നാട് തൊട്ടപ്പുറം എന്ന് പറയാമല്ലോ, അതൊക്കെ നമ്മളെ നാട് തന്നെ. ഇവിടെ പുൽച്ചാടി പിടിക്കുന്നുണ്ട്, അതായത് തത്തപ്പൈ. ഞങ്ങൾ തത്തപ്പൈ എന്ന് പറയാം. എവിടക്ക പോണേ? നമ്മളോട്ട് കൂടെ ഇവിടുന്ന് പിടിച്ചണ് അവിടെ അല്ലേ? അവിടുത്തെ കഴിഞ്ഞോ? ആയിക്കോട്ടെ.
അതായത് നാട്ടിൽ അവിടെ ഉണ്ടല്ലോ പാടം, അവിടെ നിന്ന് പിടിക്കാതെ ഇവിടെ എന്താ പിടിക്കണ ചോദിക്കാം. ഞാനിത് ഇവിടുത്തെ തോട്ടിലിടാനാണ്. അതല്ല, അവരവിടേക്ക് തന്നെയാണ്. അവിടെ നമ്മൾ ആശാനുണ്ട്, ആശാനെ കാണിക്കാം. ആശാന് വല്ലതും കിട്ടിക്കണോ നോക്കാം. ഞാൻ നീച്ച് പോയാവോ? അപ്പൊ നീച്ച് പോയിട്ടില്ലെങ്കിൽ കിട്ടിയത് നമ്മൾ കാണാം. ആശാൻ നീച്ച് പോയിട്ടില്ല കേട്ടാ. ആശാന് വല്ലതും കിട്ടിയോ എന്നുള്ളത് ആശാനുമായിട്ട് നമുക്ക് കോൺവെർസേഷൻ ചെയ്ത് നോക്കാം. ആശാൻ എന്തെങ്കിലും കിട്ടിയോ? ആരല്ലോ എന്തോന്ന് കിട്ടിയിരുന്ന കടുങ്ങാലിയോ? കട്ടുങ്ങാലി കിട്ടിയിരിക്കണം പോലെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാം. വണ്ടി പാലത്തിങ്ങനെ നിർത്തിയാണ്, വേറെ ഏതെങ്കിലും വണ്ടി വരും. കാണിച്ചു കൊടുക്കരുതെന്നോ? അതെന്തേ? അതായത് ഈ ഒരു കവറിനകത്തെണ്ണുണ്ടാ ഇതൊക്കെ കിട്ടിയിട്ടുള്ള മീനാട്ടാ. അവനപ്പോൾ അത്യാവശ്യം പിടിക്കുന്നുണ്ട് കേട്ടാ. അവനാണ് നമ്മളുടെ ഗുരു പിടിച്ചതാണത്. ഗുരുവിന് വലുത് കിട്ടിയതാണ് കേട്ടത്. ഗുരുവിന് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരെണ്ണം കിട്ടിയത്. ഇതാ ഗുരു കൊള്ളാട്ടാ. ഗുരു ആളെഴുതിയിട്ടങ്ങള് അല്ലേ ഗുരു? ഈ ഇവിടെ ഇരുന്ന് തന്നെ പിടിക്കണേ വൈക്കത്തോടോ? എൻ്റെ സ്പോട്ട് എച്ചൊന്ന് പറഞ്ഞു തരുമോ കേട്ടോ, വീഡിയോ എടുക്കാം. അതങ്ങനെ ഞാൻ പോയോട്ടെ. ഓ, അവൻ്റെ സാധനം അതാണ്. പാൽഞ്ഞണ്ടുമ്മല ഇടണല്ലേ? ഇതാണ് പാൽഞ്ഞണ്ട് എന്ന് പറയുന്ന സാധനം. പാൽഞ്ഞണ്ടുമ്മലാണ് ഇടണത്. തത്തപ്പയ്യ അല്ല അപ്പോൾ. ഓക്കെ, മാറ്റിപ്പിടിച്ചു. ഗുരുജി ഓപ്ഷൻ പാൽഞ്ഞണ്ടിലാണ്. ആഹാ, നാട് കണ്ടോളി. എന്താ അതിൻ്റെ ഒരു ഭംഗി എഴുതിയിട്ടാ. ഇവിടെ നിന്ന് പച്ചക്കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ വല്ലാത്ത മതി. ചെങ്ങന്മാരെ സംഭവം എന്തൊക്കെയായാലും സമയം എത്രയായിരുന്നു? ഞങ്ങൾക്ക് 3:45. ഉച്ചയ്ക്ക് ശേഷം വളരെ മോശമാട്ടോ. ആകെ 2 ലോക്കലാണ് ഉച്ചയ്ക്ക് ശേഷം എടുത്തത്. അത് കഴിഞ്ഞ നാട്ടിലേക്ക് വന്ന ട്രിപ്പും ഇപ്പൊ വീണ്ടും നാട്ടിലേക്ക് വന്ന ട്രിപ്പും. നമുക്ക് സൈജുവിനെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. സൈജു ഈ പറഞ്ഞതുപോലെ അവന്റെ എന്താ പറയാ ഓഫീസിൽ പോവുകയാണ്. എന്താ കഴിയുക? ഇവിടുത്തെ ഏതോ ഒരു ചേച്ചി ഓനെ ഫോണിൽ കണ്ടിക്കണ്. അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ആവും. അല്ലാത്തൊരു കഴിവ് ഓൻ കാണിക്കൂല. കാണിച്ചിക്കണില്ലല്ലോ? ഇല്ല. അപ്പൊ ഇന്ത്യ തന്നെ അപ്പൊ ഒരമ്മയും ചേച്ചി. അപ്പൊ ഇവിടെ ഉള്ള ഏരിയ ഒക്കെ നമ്മളുടെ ഏരിയ ട്ടാ. ഇവിടെ ഒക്കെ ആരൊക്കെ ഉണ്ട് നമ്മൾക്ക്? നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്. സൈജു അല്ല കേട്ടോ, ഷൈജു ആണേ. ഞാൻ പിന്നെ പറഞ്ഞ് സൈ ആയി മാറി. ഓഫീസിലെത്തി ഉണ്ട് കേട്ടോ, പറ്റിക്കല്ലേ. ഇവിടെയൊക്കെ മടക്കി വെച്ചിരിക്കണേ. അതോ 500 തൊട്ട് കിടക്കണ ചതിയാണ്ട. ഇങ്ങനെ തരണം നോട്ട്, അല്ലാതെ ചുറ്റി മടക്കി തരില്ലല്ലോ. അല്ല തയ്യോ കിടക്കണ നോട്ട്. ഇനി പോനെ വെറുപ്പിക്കണ്ട. 40 എന്നായിക്കോട്ടെട്ടോ. ഷൈജുവിന്റെ പണി എന്താ വെച്ചാല് ഈ എണ്ണക്കടികളില്ല, സമൂസ, അതുപോലെ തന്നെ പത്തിരി, നെയ്യപ്പം തുടങ്ങിയ സാധനങ്ങളൊക്കെ മേക്ക് ചെയ്യാം. ഇതൊരു കമ്പനിയാണ്, ഒരു ഫുഡ് പ്രൊഡക്റ്റിംഗ് കമ്പനിയാണ്. അപ്പൊ അവിടുത്തെ ഒരു സ്റ്റാഫാണ് അവന്. അപ്പൊ ഓനിഞ്ഞ് സമൂസ ഉണ്ടാക്കുന്ന പരിപാടിക്കാരൻ. ബ്ലോക്ക് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടാ കണ്ട. അവിടെ വരെ ഉണ്ട്. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് ലെഫ്റ്റ് സൈഡ് തന്നെ ആയതുകൊണ്ട് ലെഫ്റ്റ് ചെറുതായിട്ട് കയറാം. ശ്രദ്ധിക്കണം ഇതിൽ കയറുമ്പോ. കാരണം എന്താ വെച്ചാല് അതേ ഇതിൽ വണ്ടി സൈഡാക്കി എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ന്യായമല്ല പറയാം. ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ആയതുകൊണ്ടാണ് അങ്ങനെ പോരുന്നത്. ഇങ്ങനെ പോരൂല കേട്ടോ. ചെങ്ങന്മാരെ 40 റുപ്യന്റെ ട്രിപ്പ് പോന്ന വേറെ പ്രശ്നമുണ്ട്. നമ്മളെ ഹെഡ്ലൈറ്റ് ഇന്നലെ പോയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് 2 കത്തണില്ല ഒരേ സമയം. അപ്പൊ അതിന്റെ കാരണം എന്താന്നുള്ളത് ചിലപ്പോൾ കട്ടൗട്ടാവും, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ലൂസ് കണക്ഷൻ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പൊ അത് ഷോർട്ട് ആവാനൊക്കെ ഈ മഴക്കാലത്ത് വരുന്ന പ്രശ്നങ്ങളാട്ടോ അതൊക്കെ. മോനെ അങ്ങോട്ടൊക്കെ ഇറങ്ങി പോയതില്ല, വണ്ടി ഓഫായ. ഇറങ്ങാൻ നല്ല സ്പീഡിൽ ഇറങ്ങി കഴിഞ്ഞാണ്ട് അവിടെ സ്റ്റക്കായി. ഏതായാലും കുഴപ്പമില്ല. നമ്മള് നേരെ ഉണ്ണിയേട്ടൻ്റെ അടുത്ത്, ഉണ്ണിയേട്ടൻ്റെ അവിടെ പോയി കാണിക്കാം. ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പോകാൻ കഴിയോ? ബ്ലോക്കാണെങ്കിൽ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പോകില്ല കേട്ടോ. ബ്ലോക്ക് അല്ലെങ്കിലേ പോകുള്ളൂ. അങ്ങാടിയിൽ ബ്ലോക്കാണ്. അപ്പോളേ നമ്മൾ പോയാൽ പെട്ടെന്ന് തീരൂല പരിപാടി. അപ്പൊ നമുക്ക് ഉണ്ണിയേട്ടനെ മാറ്റി സിയാബാക്കാനാക്കാം. സിയാബാക്കാൻ്റെ അടുത്ത് പോയേക്കാം. റെഡ് ലൈറ്റ് വർക്കിംഗ് ഇല്ല, അത് നോക്കിയാണ്. ഹെഡ് ലൈറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. ഓണാക്കിയിട്ടൊക്കെ കേട്ടാ. സാധാരണ എന്താ സംഭവിച്ചാൽ നമ്മൾ ഇത്തരം കേസൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിൽ വരുമ്പോൾ അപ്പോൾ വർക്കാവും. സുഖമല്ല, മയത്തിങ്ങനെ കാലുമ കാലൊക്കെ കയറ്റി പാവം പണിയില്ലോണ്ട്. ജയവരപ്പോ പരിപാടി തീരുന്നു. അത് എന്താ ഫീസ് വരുന്ന ഒരു കിറ്റ് ഉണ്ടല്ലോ, എന്താ ഫീസ് ബോക്സോ എന്തോ സംഭവം. അതിൻ്റെ അടുത്ത് എന്തോ കത്തിക്കരിഞ്ഞു, ആകെ ഡാമേജ് ആയി. അത് എല്ലാ പ്രാവശ്യം എനിക്ക്
ഈ ഹെഡ്ലൈറ്റ് പോണ സാഹചര്യങ്ങളിലൊക്കെ ആ ഒരു ഫീസിന്റെ ആ ഭാഗത്ത് കരിഞ്ഞ ഫീസാ കിട്ടല്. ശരിയാണ്, അവരിപ്പോ പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. പക്ഷെങ്കിൽ ഇപ്പൊ ഹെഡ്ലൈറ്റ് ഒന്നും കൂടി വെട്ടം കൂടി എന്നുള്ളതാണ്. ഇത്രയും ദിവസം ചെറിയൊരു മങ്ങലോട് കൂടിയിട്ടാണ് ഹെഡ്ലൈറ്റ് ഉണ്ടായിട്ട് ഞാൻ ചോദിച്ചിരുന്ന ഇവരോടൊക്കെ ഇത് കൂട്ടാൻ പറ്റും. അപ്പോൾ ഒരു കിണ്ണം മാറ്റണം. കിണ്ണത്തിന്റെ പ്രശ്നം അല്ല നിൽക്കും തോന്നിയാണ്. കാരണം കിണ്ണ രണ്ട് പുതിയത് അതിന് മുമ്പ് ഇട്ട മാതിരി ഓർമ്മ ഉണ്ട്. പക്ഷെ എന്തായാലും അത് ക്ലിയർ ആയി. 30 രൂപ ചാർജും വാങ്ങി മൂപ്പര്. വീട്ടിലാണ് ഞാന് കുറച്ച് കറി വെക്കാനും അതുപോലെ തന്നെ പത്തിരി ബൈക്ക് വെക്കല്ല, വേഗം വരും വേണം. ഓക്കെ, അപ്പൊ അത് കൊടുത്തിട്ടുണ്ട്. ഞാനെന്താ വെച്ചാൽ എനിക്ക് ട്രിപ്പ് ഉണ്ട് നാട്ടിൽ നിന്ന്. അപ്പൊ പിന്നെ ആ ട്രിപ്പ് എടുക്കുമ്പോ ഇതും കൊണ്ട് കൊടുക്കരുത്. കുറച്ച് മീനും കുറച്ച് പത്തിരി ഒക്കെ ഛർദിക്കുണ്ടായിരുന്നു. 7:10 ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇപ്പൊ ഫസ്റ്റ് വേപ്പിലാണ് ഇരിക്കണത്. ഏതായാലും ഇന്നത്തെ ദിവസം പൊട്ടി പോളിസ് ആയിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു ലോക്കലും കൂടി ഇവിടെ കിട്ടിയാല് നമുക്ക് പോവാം. അപ്പൊ അവിടെ നിന്ന് വിളിച്ചു ഞാൻ അവിടെ പോട്ടെട്ടാ. ചെങ്ങായിമാരെ ലാസ്റ്റ് ട്രിപ്പ് ചെയ്യുന്നുണ്ടത്. ഇതിന്റെ ലാസ്റ്റ് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഞാനിപ്പോ ഉള്ളത് വാണിയമ്പലത്താണ്. ക്ലാസ് ക്ലിയർ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് ഉള്ളിലിങ്ങനെ മൂടിയിട്ട് നമ്മള് മുണ്ടോണ്ട് തുടക്കുമ്പോൾ ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പൊ വന്നിട്ടുള്ളത് വാണിയമ്പലത്താണെങ്കിലും 2 ട്രിപ്പാണ് വന്നിട്ടുള്ളത്. 2 ട്രിപ്പ്, ഒന്ന് വാണിയമ്പലത്തിന്റെ വക്ക് വരെ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വാണിയമ്പലം, അങ്ങനെ വന്നിട്ടുള്ളത്. അതായത് ആദ്യം 40 രൂപ, പിന്നെ ഒരു 50 രൂപ, അങ്ങനെ 90 രൂപ. ആദ്യം 50 രൂപ, പിന്നെ ഒരു 50 രൂപ, അങ്ങനെ 100 രൂപ. 100 രൂപേന്റെ ട്രിപ്പ്. ഇന്നത്തെ ദിവസം നമ്മൾ പരിപാടി അവസാനിപ്പിച്ച് ഞാനിപ്പോ സമയം 7:40 ഞാൻ ഇന്ന് പാലത്തേക്ക് പോയോട്ടെ. ശോകാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പാലത്തെങ്കിലാണ്. അപ്പോൾ ചില്ലറ റീൽസ് പരിപാടിയൊക്കെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ എടുക്കാൻ എഴുതി. സ്റ്റാൻഡിലാകുമ്പോൾ നടക്കില്ല ചിലപ്പോൾ. സ്റ്റാൻഡിൽ നിന്നും ചെയ്യലുണ്ട്. ഇന്ന് ഓടിയതും ഞാൻ പറയണില്ല. എനിക്കും അറിയില്ല കണക്ക് എത്രയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു. നാളെ നമുക്ക് ഉഷാറായിട്ട് ഓടാം. നാളെ നമുക്ക് പിടിക്കാം. നാളത്തെ ദിവസം പൊളിക്കും. എല്ലാ ദിവസവും നമ്മൾ ഓടുന്നില്ല, ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.